എല്ലാവരും സോൾട്ട് അനാലിസിസിനെ കുറിച്ച് വലിയ കാര്യത്തിൽ പറയാം. ഇപ്രാവശ്യം നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വോളിയോമെട്രിക് അനാലിസിസ്. ഈ വീഡിയോയില് സെറ്റ് സൈലോ എക്സാമിനർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ പോയി. ഓൺലൈൻ ക്ലാസ് ആണ് നമ്മളെ ലോകം. എനിക്ക് പിന്നെ വോളിയോമെട്രിക് അനാലിസിസിൽ വന്നത് K2CO3 HCl ആണ്. നിങ്ങൾക്ക് ഇക്വാലന്റ് മാസ് ഇല്ലാണ്ട് വോളിയോമെട്രിക് അനാലിസിസ് ചെയ്യാൻ പറ്റൂല, അതാണ് സത്യം. അപ്പൊ ഇക്വാലന്റ് മാസുകള് ഞാൻ നിങ്ങൾക്ക് വോളിയോമെട്രിക് അനാലിസിസിനെ കുറിച്ച് അധികം ആരും വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് വോളിയോമെട്രിക് അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഹലോ, വാച്ചിട്ടാല വീഡിയോക്ക് ഒരു ലുക്കുള്ളൂ. സെറ്റ് അല്ലേ? അപ്പോ ഞാനും +2 സ്റ്റുഡൻ്റാ. അപ്പോ പ്രാക്ടിക്കൽ എക്സാമില് ചിലവർക്ക് ഫിസിക്സ് നടക്കാനുണ്ടാവും, കെമിസ്ട്രി നടക്കാനുണ്ടാവും, ബോട്ടണി ഉണ്ടാവും, മാത്സ് ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിലും പ്രാക്ടിക്കൽ നടക്കാൻ പോകുന്നുണ്ടാവുള്ളൂ. ചിലവർക്കെല്ലാം പ്രാക്ടിക്കലിന്റെ മുക്കാലും കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയില്ല, ഓരോ സ്കൂളിൽ ഡിഫറെന്റ് ടൈമിലാണ് തോന്നുന്നത് പ്രാക്ടിക്കൽ എക്സാം നടത്തുന്നത്. എന്റെ സ്കൂളിൽ ഏകദേശം ഫിസിക്സ് കഴിഞ്ഞ്, കെമിസ്ട്രി കഴിഞ്ഞ്, അതുപോലെ സുവോളജിയും കഴിഞ്ഞ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ ഒരു ബോക്സ് വരയ്ക്കുക, ഇതിന് ശേഷം കണക്ക് ചെയ്യാം, 4 കണക്ക് ചെയ്യാം, റിസൾട്ട് എഴുതാം. ഇത്രയുള്ളൂ വോളിയോമെട്രിക് അനാലിസിസ്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഈ വീഡിയോയില്. വോളിയോമെട്രിക് അനാലിസിസ് നമുക്ക് ഈസി ആക്കാം. എല്ലാവരും സോൾട്ട് അനാലിസിസിനെ കുറിച്ച് വലിയ കാര്യത്തിൽ പറയാം. ഇപ്രാവശ്യം നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വോളിയോമെട്രിക് അനാലിസിസ്. ഈ വീഡിയോയില് സെറ്റ് വോളിയോമെട്രിക് അനാലിസിസിന്റെ ചീറ്റ് കോഡ്. ഇത് പഠിച്ചാൽ മതി ഫുൾ മാർക്ക് കിട്ടുന്ന പറയുന്ന പോലത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് പിന്നെ വോളിയോമെട്രിക് അനാലിസിസിൽ വന്നത് K2CO3 HCl ആണ്. അപ്പോൾ എനിക്ക് കുറെ കാര്യം അറിയാൻ പറ്റും. പിന്നെ ഞാനും +2 ആയതുകൊണ്ട് ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അത് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പോൾ നമുക്കും കുറെ ഡൗട്ട് ഉണ്ടാവും. യൂട്യൂബിൽ അടിച്ചു നോക്കും സോൾട്ട് അനാലിസിസ്, വോളിയോമെട്രിക് അനാലിസിസ്, അത് ഇത് നമുക്ക് പല വീഡിയോയും കിട്ടൂല, നമുക്ക് ഫുൾ ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അതായത് നമ്മൾ +2നെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. കാരണം ഞാനും +2 തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ പ്രാക്ടിക്കൽ എക്സാമാണ്. എനിക്കിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി 3 എണ്ണം കഴിഞ്ഞ് ഇനി മാത്സും ബോട്ടണിയും ഉണ്ട് വരാൻ പോകുന്നത്. അതിനുള്ള ഓരോരോ ട്രിക്സ് എൻ്റെ അടുത്തുണ്ട്. ബോട്ടണിക്ക് എന്താ പറയാ, ഒരു PDF ഉണ്ട്. ആ PDF പഠിച്ചാൽ നമുക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. മോഡലിന് ഫുൾ മാർക്ക് കിട്ടീന്. അതുപോലെ പബ്ലിക് ആയതുകൊണ്ട് എനിക്കറിയില്ല, പബ്ലിക്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. പുറത്തുനിന്നുള്ളൊരു ടീച്ചർ വരുമല്ലോ, റഫായിട്ടുള്ളൊരു എനിക്കറിയില്ല. എനിക്കെന്തായാലും 3 കഴിഞ്ഞ എക്സാമിലും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാവും. നമ്മൾ സ്കൂളത്തെ പോലത്തെ പാവം ടീച്ചറൊന്നല്ല. കുറച്ച് എന്താ പറയുക, ഒരു ഭയങ്കര റഫാടാ. അതായത് എന്താ പറയുക, നമ്മള് എന്താ പറയുക, ഈ ഒരു ചിത്രം കാണിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം, നോക്കിക്കോ, ഇങ്ങനത്തെ ഇതിലാ കാണിച്ചു തരാം. കുറച്ചു നേരം ഞാൻ ഇറങ്ങാറായി പോയിന്. പക്ഷേങ്കിൽ എന്താ കുറച്ച് ട്രിക്സ് എല്ലാം ഉണ്ട് എൻ്റെ അടുത്ത്. അതിലും വെച്ച് ഞാൻ പഠിച്ചിട്ടാ പോയെ. അതുകൊണ്ട് എനിക്ക് പബ്ലിക് എക്സാം ആണെങ്കിൽ ഈസി ചെയ്യുന്ന സംഭവം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് വോളിയോമെട്രിക് അനാലിസിസ് ഇല്ലേ, നമ്മളെ എന്താ പറയാ കെമിസ്ട്രിയിലെ എല്ലാവരും സോൾട്ട് അനാലിസിസിനെ കുറിച്ച് പറഞ്ഞു. സൈലോം എക്സാമിനർ എല്ലാം ഞാൻ നോക്കിയിട്ടാണ്, ഇവരെല്ലാം തന്നെ ഇവർ നോക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. സൈലോ എക്സാമിനർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ പോയി. ഓൺലൈൻ ക്ലാസ് ആണ് നമ്മളെ ലോകം. സ്കൂളത്തെ ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടാ. ഞാൻ സത്യം പറഞ്ഞുതരാം, സ്കൂളത്തെ ടീച്ചേഴ്സിനെ കുറച്ച് മന്ദത വധിച്ച പോലെ എനിക്ക് തോന്നില്ല. അറിയില്ല, അവര് ചിലതെല്ലാം വിട്ടേക്കും, ചിലതെല്ലാം മുക്കും, അറിയില്ല. എൻ്റെ അഭിപ്രായമാണ്, എനിക്കറിയില്ല. എൻ്റെ സ്കൂളിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി, എനിക്കറിയില്ല, ഉറപ്പില്ല. പക്ഷെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലെ സൈലം എക്സാമിനറല്ലോ ഇവരെല്ലാം അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് സ്കൂളിലത്തെ ടീച്ചേഴ്സിന് ഇഷ്ടം? അപ്പോൾ എന്താ പറയുക, നമ്മൾ സ്കൂളിലത്തെ ടീച്ചേഴ്സ് പലതും മുക്കുമ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സാണ് നമ്മളെ രക്ഷ അല്ലേ? ഞാൻ സോൾട്ട് അനാലിസിസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ഇട്ടിനേനും. എൻ്റെ അടുത്തൊരു എന്താ പറയുക, സോൾട്ട് അനാലിസിസിൽ ഒരു എന്താ പറയുക 2 പേപ്പർ ഉണ്ട്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് സോൾട്ട് അനാലിസിസിൽ ഫുൾ മാർക്ക് ഉറപ്പുള്ള പേപ്പറാണ്. വോളിയോമെട്രിക് അനാലിസിസിനെ കുറിച്ച് അധികം ആരും വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇന്ന് വോളിയോമെട്രിക് അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. വോളിയോമെട്രിക് അനാലിസിസിൽ എൻ്റെ അടുത്തൊരു ചീറ്റ് കോഡ് തന്നെ ഉണ്ട്. എന്താ പറയുക, അത് പഠിച്ചാൽ നമുക്ക് വോളിയോമെട്രിക് അനാലിസിസ് പിന്നെ പേടിക്കേ വേണ്ട. ഫുൾ ഉറപ്പുള്ളൊരു പേപ്പർ എൻ്റെ അടുത്തുണ്ട്. മെട്രിക് അനാലിസിസ്, വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക ടീച്ചർ തന്നൊരു പേപ്പറാണ്. എൻ്റെ ടീച്ചർ അടിപൊളിയാടാ. കെമിസ്ട്രീൻ്റെ ടീച്ചർ അടിപൊളിയാണ്, അത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. എൻ്റെ കെമിസ്ട്രീൻ്റെ ടീച്ചറുണ്ട് സ്കൂളിൽ, മിസ് അടിപൊളിയാണ്, മിസ് പെർഫെക്റ്റാണ്. മിസ് ഇത് പഠിപ്പിക്കും, റെക്കോർഡ് എഴുതിപ്പിക്കും, മാർക്കിടും, കഴിഞ്ഞ്. കൊല്ലത്തിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളാണെങ്കിൽ അധികം സ്ട്രെസ് എടുത്തിട്ടും ഉണ്ടാവില്ല. +2 +2 പൊതുവേ ഇല്ലേ, 10ലെല്ലാം നമ്മളില്ലേ പഠിക്കുന്നതിൻ്റെ എന്താ പറയുക
പഠിക്കുന്നേരം ഭയങ്കര ഈസിയാണ്. അതേപോലെ ടീച്ചേഴ്സ് തന്നെ എല്ലാം പറഞ്ഞു മോളെ ഇത് പഠിച്ചിനോ അത് പഠിച്ചിനോ എന്നെല്ലാം പറയാം. നമ്മൾ മക്കളെ എല്ലാം പഠിച്ചിനോ ഭയങ്കര സ്നേഹമായിരിക്കും. 10ൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്താൽ. പക്ഷെ +1 പ്ലസ് 2 എത്തിയപ്പോൾ നമ്മൾ സ്റ്റാഫ് റൂം പോയിട്ട് സർ ഇതൊന്ന് റെക്കോർഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ടെല്ലാം പറയുമ്പോൾ അവരത് ശ്രദ്ധിക്കില്ല. അവർ ഫോണിൽ സ്ക്രോൾ ചെയ്യെല്ലാം ചെയ്യില്ല. നല്ല പഠിക്കാൻ പറ്റീന അൽഹംദുലില്ലാ. സ്റ്റാഫ് റൂമെല്ലാം പോയ മിസ് ഒരു ഐഡിയാസ് പറഞ്ഞു തരും, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. സിമ്പിൾ ആക്കി തന്നില്ല. ഉണ്ടാവില്ല ഫസ്റ്റ് ഒരു ബോക്സ് വരച്ചിട്ടാണ് ഞാൻ തുടങ്ങുക. എനിക്കപ്പോൾ ഈസിയാ. നമ്മൾ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കൂലേ, ബ്യൂററ്റിലും പിപ്പറ്റിലെല്ലാം എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് റിംഗ് ലൈറ്റ് ഓഫ് ആയി പോയി. സാരല്ല, റിംഗ് ലൈറ്റിലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ വീഡിയോ. മാസ് കണ്ടുപിടിക്കലാണ് വോളിയോമെട്രിക് അനാലിസിസ് അല്ലേ. നമുക്കൊരു സംഭവം തന്നിട്ടുണ്ടാവും. നമുക്ക് 2 കുപ്പിയിൽ ഓരോരോ വസ്തുക്കൾ തന്നിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ ഏതെങ്കിലും ബേസിന്റെയോ ആസിഡിന്റെയോ മാസ് കണ്ടുപിടിക്കലാണ് എന്ത് വോളിയോമെട്രിക് അനാലിസിസ് അല്ലേ. അപ്പോൾ നമ്മൾ അവസാനം കണ്ടുപിടിക്കേണ്ട 4 ഇക്വേഷനിലൂടെ മാസ് ആണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ NaOH HCl ഉള്ള റിയാക്ഷൻ, ഏറ്റവും സിമ്പിൾ റിയാക്ഷൻ ആണ്. ഞാൻ വായിച്ചുതരാം. ടു എസ്റ്റിമേറ്റ് ദ നോർമാലിറ്റി ആൻഡ് മാസ് ഓഫ് NaOH in the whole of the given solution provided with a standard solution of HCl containing 3.6 gram per liter. നമുക്ക് HClന്റെ gram per liter തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ കണ്ടുപിടിക്കേണ്ട NaOHന്റെ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ എല്ലാ റീഡിങ്സ് എങ്ങനെയാ ഒരു ബോക്സ് ആക്കി, സിമ്പിൾ ബോക്സ് ആക്കിയിട്ട് അതിനുശേഷം 4 ഇക്വേഷൻസ് കണ്ടുപിടിച്ചിട്ട് റിസൾട്ട് ചെയ്ത് കഴിഞ്ഞ്. ഇതോടെ ഫസ്റ്റ് നമ്മൾ എയിമും പ്രിൻസിപ്പിളും എഴുതും. എയിമും പ്രിൻസിപ്പിളും ഇതാണ് എയിമും പ്രിൻസിപ്പിളും. അതിനുശേഷം ഇത് ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷൻ. ഫസ്റ്റ് ബോക്സ് വരക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബോക്സിൽ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് സീരിയൽ നമ്പർ, എത്ര പക്ഷെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നു ബ്യൂററ്റിലും പിപ്പറ്റിലും. അതിനുശേഷം NaOH, വോളിയം ഓഫ് NaOH, വോളിയം ഓഫ് ബേസ് ആണ് സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്. ബ്യൂററ്റ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലും ഫൈനലും എടുക്കുക. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാപ്പോൾ 0 ആയിരിക്കും ബ്യൂററ്റ്. ഫൈനലായിട്ട് നമുക്ക് ബ്യൂററ്റിൽ കിട്ടൂലേ, അത് എത്രയാണെന്നുള്ളത് എഴുതുക. എനിക്കിതെല്ലാം കിട്ടിയത്. അതിനുശേഷം 2 വാല്യൂസ് സെയിം ആയി, അടുത്തടുത്ത് സെയിം വാല്യൂ കിട്ടും. വാല്യൂസ് സെയിം ആയിട്ട് കിട്ടിയാൽ അതാണ് നമ്മളെ ഈ ഒരു ബോക്സിന്റെ അവസാനം നടത്തും. അതായത് നമ്മൾ പിന്നെ എഴുതേണ്ടത് ആസിഡിന്റെ വോളിയം നമുക്ക് ഇതെല്ലാം കിട്ടിയെന്ന് പിന്നെ ഇതെല്ലാം എടുത്തിട്ട് ഇപ്പോഴത്തെ എഴുതാം. പക്ഷേ ഇതിൽ 2 എണ്ണം സെയിം ആയിട്ടില്ലേ, അതാണ് നമുക്കിവിടെ എല്ലാത്തിനും യൂസ് ചെയ്യേണ്ട സംഭവം. നമ്മൾ ഒരു 2 വാല്യൂസ് സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ കോൺകോർഡന്റ് വാല്യൂ. കോൺകോർഡന്റ് വാല്യൂ ആണ് ഇനി എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 21.7 ആണ് ഇനി നമുക്ക് എല്ലാത്തിനും യൂസ് ആവാൻ പോകുന്നത്. കഴിഞ്ഞ ബോക്സ് ഇത്രയേ ഉള്ളൂ. ബോക്സ് കാണണം. ബോക്സ് കഥം നോർമാലിറ്റി ഓഫ് HCl എഴുതുക. മാസ് പെർ ലിറ്റർ ഓഫ് HCl ബൈ ഇക്വാലന്റ് മാസ് ഓഫ്. നിങ്ങൾക്ക് ഇക്വാലന്റ് മാസ് ഇല്ലാണ്ട് വോളിയോമെട്രിക് അനാലിസിസ് ചെയ്യാൻ പറ്റൂല, അതാണ് സത്യം. അപ്പൊ ഇക്വാലന്റ് മാസുകള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്സാലിക് ആസിഡ് HNO3 സെയിം ആണ്. അതുപോലെ K2CO3യും KMNO4ഉം ഡിഫറെന്റ് ആണ്. അത് പഠിച്ചു വെച്ചോ. നോർമാലിറ്റി ആൻഡ് മാസ് ഓഫ് NaOH ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നിങ്ങൾ ബോക്സ് വരച്ചു കഴിഞ്ഞില്ലേ. ഇപ്പോൾ ഇനി നമ്മൾ 4 ഇക്വേഷൻസ് എഴുതിയാലാണ് കാൽക്കുലേഷൻ തീരുക. നെക്സ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്ന കാൽക്കുലേഷൻ ആണ്. ഒബ്സർവേഷൻ ആണ് ഈ ബോക്സ്. ഇനി കാൽക്കുലേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ 4 ഇക്വേഷൻ ആണ് ഉള്ളത് പറഞ്ഞില്ലേ. 1 2 3 4 എണ്ണം. ഇപ്പൊ ഫസ്റ്റ് ഏതാണ്? നോർമാലിറ്റി. നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. നമ്മൾ ഇക്വേഷൻ ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. HCl കണ്ടെയ്നിങ് 3.6 gram per liter. ആ HCl എന്താ സംഭവം? HCl ആണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ദ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl കണ്ടെയ്നിങ് 3.6 gram per liter. ഇദ്ദേഹത്തിന്റെ എന്ത് കണ്ടുപിടിക്കാം നമ്മൾ കാൽക്കുലേഷനിൽ? ഫസ്റ്റ് നോർമാലിറ്റി കണ്ടുപിടിക്കാം. നോർമാലിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഓഫ് ഡാഷ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് ഡാഷ്. കണ്ടില്ല എന്താ? അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ HCl ആണ്. HClന്റെ നോർമാലിറ്റി കണ്ടുപിടിച്ചു. എന്നിട്ട് നിങ്ങൾ എന്തിടാൻ മറക്കരുത്? നമ്മുടെ സ്വന്തം SI യൂണിറ്റ് ഇടാൻ മറക്കരുത്. SI യൂണിറ്റ് ഇല്ലാതെ ടീച്ചർ മാർക്ക് തരൂല. ഒരു ഇക്വേഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ നോർമാലിറ്റി ഓഫ് NaOH കണ്ടുപിടിക്കുക. എങ്ങനെ? ഈ ഒരു ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ നമുക്ക് കിട്ടേണ്ട എന്താണ്? നോർമാലിറ്റി ഓഫ് NaOH ആണ് നമുക്ക് കിട്ടേണ്ട ആള്. ബാക്കി ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അതാ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ പഠിച്ചിട്ട് പോവുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമ്മളിതാ നോർമാലിറ്റി അങ്ങനെ കണ്ടുപിടിച്ചതാ. നോർമാലിറ്റി ഓഫ് NaOH. ഇതിലും SI യൂണിറ്റ് ഇടാൻ മറക്കരുത്. എൻ്റെ അഭിപ്രായം. മാസ് പെർ ലിറ്റർ ഓഫ് NaOH കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമുക്കറിയാം. ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ എവിടെയെങ്കിലും മാസ് പെർ ലിറ്റർ കാണുന്നുണ്ടോ? ഇതാ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. മാസ് പെർ ലിറ്റർ ഓഫ് HCl കണ്ടുപിടിക്കുന്നതാ. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ആ ഇക്വേഷൻ ഒന്ന് ഇപ്പുറത്തേക്ക് ഇടുക.
നോർമാലിറ്റി ഇൻറ്റു ഇക്വാലന്റ് മാസ് ഇസ് ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഓഫ് HCl എന്ന് കിട്ടും. ഈ സംഭവത്തിനൊന്ന് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി ഇക്വേഷൻ്റെ. അപ്പം മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആയി. ഇതാ ആ ഒരു ഇക്വേഷൻ ഒന്ന് തലതിരിച്ചില്ല. ഇക്വേഷൻ അപ്പാട് പഠിച്ചിട്ടില്ല നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കുന്ന അറിയെങ്കിൽ നമുക്ക് NaOHൻ്റെത് അങ്ങോട്ട് തിരിച്ചിട്ടാൽ NaOHൻ്റെ എന്ത് കിട്ടി? മാസ് പെർ ലിറ്റർ ഓഫ് NaOH ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് NaOH ഇൻറ്റു ഇക്വൽ മാസ് ഓഫ് NaOH. ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്നു ഗ്രാം പെർ ലിറ്റർ ഓഫ് NaOH. ലാസ്റ്റ് നാലാമത്തെ സ്റ്റെപ്പ് മാസ് ഓഫ് NaOH. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? നോർമാലിറ്റി ആൻഡ് മാസ് ഓഫ് NaOH. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്താണ് അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത്? മാസ് ഓഫ് NaOH. ഇതാണ്ട 10 ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മാസ് പെർ ലിറ്റർ ബൈ 10 ചെയ്താൽ നമുക്ക് ഗ്രാമിൽ മാസ് കിട്ടും. ഇതോടെ നമ്മൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഗ്രാമിൽ നമ്മൾ ഇവിടെ എന്തിടാൻ മറക്കരുത്, SI യൂണിറ്റിടാൻ മറക്കരുത്. പ്രൊസീജിയർ ഇതുപോലെ തന്നെ ഉണ്ടാവുക. നമ്മൾ ആസിഡിൻ്റെയും അതുപോലെ തന്നെ ആൽക്കലിൻ്റെയും പേര് മാറുക എന്നല്ലാതെ എല്ലാത്തിൻ്റെയും പ്രൊസീജിയർ സെയിം ആയിരിക്കും. ആസിഡ് ഇപ്പം HCl എടുക്കുന്ന HCl, HNO3 ആണെങ്കിൽ HNO3. ഇതായിരിക്കും എല്ലാത്തിലുള്ള പ്രൊസീജിയർ. മറക്കരുത്, പ്രൊസീജിയർ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ശരി. അപ്പോൾ നോർമാലിറ്റി ഫസ്റ്റ് എഴുതുക. നോർമാലിറ്റി ഓഫ് NaOH എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? കിട്ടിയത് ഇത് എഴുതുക. അതിനുശേഷം മാസ് ഓഫ് NaOH എത്രയാണ് കിട്ടിയിരിക്കുന്നത്? അത് ഗ്രാമിൽ എഴുതാം. ഇതാണ് നമ്മളെ ഫുള്ള് പണി. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്താൽ തന്നെ നമ്മള് വോളിയോമെട്രി കിട്ടിയത് കഴിഞ്ഞെന്നാണ് അർത്ഥം. We got the answer. നമുക്ക് ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ ആണ് എയിം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട എന്താ? ക്വസ്റ്റ്യൻ ആണ് എയിം. പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഓഫ് ദിസ് ആസിഡ് പ്ലസ് ദിസ് ബേസ്. NaOH പ്ലസ് HCl ഗിവ്സ് NaCl പ്ലസ് H2O. ഈ ഒരു ഇക്വേഷൻ ഇല്ലേ, അതുപോലത്തെ ഒരു ഇക്വേഷൻ താഴെ എഴുതാം. അതോടുകൂടി നമ്മളെ പ്രിൻസിപ്പിൾ ഖതം. റിസൾട്ട് എഴുതാൻ മറന്നാ പോയി, ഖതം. റിസൾട്ട് എഴുതാണ്ട് നമ്മൾ ടീച്ചർ എടുത്ത് കൊണ്ടുപോയാൽ നല്ലോണം ചീത്ത കിട്ടും. നല്ല ദേഷ്യം പിടിക്കുന്ന, വല്ല ദേഷ്യവും പിടിച്ചിട്ടുള്ള ടീച്ചറാണെങ്കിൽ നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരും. എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ റിസൾട്ടും എഴുതാത്തതിനാണ് കിട്ടിയത്. അത് ഓരോരുത്തർക്കും ഓരോന്നിനാണ് ടീച്ചർ എടുത്ത് കിട്ടുക. ടീച്ചർ എന്തിനാ ചീത്ത പറയാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ അത്ര മനസ്സിലാക്കണം. എന്താ പറഞ്ഞാൽ +2 അല്ല ജീവിതം തീരുമാനിക്കുന്നത്, നമ്മളെ ജീവിതമാണ്. +2 അല്ല ഗവൺമെന്റ് പഠിക്കണം എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ ഇന്ത്യൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് എല്ലാവരും പഠിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ ചിത്രം വരക്കല്, അതുപോലെ ലോകം ചുറ്റല്, ഇതെല്ലാം എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിനെല്ലാം ബാക്കിലാണ് ഞാൻ പോകാൻ വിചാരിക്കുന്നത്. പഠിച്ചാൽ മാത്രമേ എത്തുള്ളൂ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാം പഠിച്ച് സെറ്റായി നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കെമിസ്ട്രി എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. എൻ്റെ എല്ലാ എന്താ പറയുക, ഓൾ ദ ബെസ്റ്റ് ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. എല്ലാ എൻ്റെ +2 ഫ്രണ്ട്സിനും ഓൾ ദ ബെസ്റ്റ്. ബൈ.